ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ വമ്പൻ സ്രാവുകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന്. ആ വമ്പൻ സ്രാവുകളെ ചോദ്യം ചെയ്യാതെ വസ്തുതകൾ പുറത്തു വരില്ല എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ശരിയല്ലേ? ഇന്നും പറഞ്ഞല്ലോ, അന്വേഷണം ഒരു ഘട്ടത്തിനപ്പുറം പോകുന്നില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് ഇത് എത്തുന്നില്ല എന്നുള്ളത് സത്യമാണ്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വത്തിൻ്റെ ചുമതല വഹിച്ചപ്പോഴാണല്ലോ ഇതൊക്കെ നടന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മന്ത്രി അറിയാതെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടായി എന്ന് ആര് വിശ്വസിക്കും? ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു സ്വർണ്ണക്കൊള്ള അവിടെ നടത്താൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ പരിരക്ഷയുണ്ട്. പ്രതിപക്ഷം പറഞ്ഞ ഓരോ കാര്യവും ശരിയാണെന്ന് വന്നിരിക്കുന്നു. ആ പാർട്ടിക്കാർ മുഴുവൻ ജയിലിൽ പോകുന്നു. ഓരോരുത്തരായിട്ട് ജയിലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഇപ്പം ജയിലിലേക്കുള്ള യാത്രയാണ്. ഇവർ ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജയിലിലേക്ക്. എന്നിട്ട് ഈ CPM നേതാക്കന്മാർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയാത്ത ഈ പാർട്ടി സെക്രട്ടറിയെ പറ്റി ഓർത്ത് എനിക്ക് സഹതാപമേ ഉള്ളൂ. ഞങ്ങൾക്ക് സഹതാപമാണുള്ളത്.